എന്ന് കുളിച്ച് നല്ല എന്ന് രാവിലെ കുളിക്കോ? ഇന്ന് മാത്രം. ജീവിതത്തിൽ ആദ്യത്തെ കുളിയാണോ? ഞാൻ കാറിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നല്ല ഉഷാറിൽ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ടാണല്ലോ വരുന്നത് എന്നുള്ളത്. എങ്ങനെയാ വേണ്ടേ? എനിക്ക് ഞാൻ അങ്ങനെ മേക്കപ്പും ചെയ്യാത്ത ആളാണ്. അപ്പൊ എനിക്ക് കാര്യമായിട്ട് എൻ്റെ ഐസ് ഒന്ന് നന്നായിട്ട് ഞാൻ ചെയ്യണം. അതേപോലെ ലിപ്സ്. നൈസ് കുറച്ചൊന്ന് ഒന്നാലും ഉറങ്ങിയില്ലേ? ഉറങ്ങിയിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ഇതുണ്ട്. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഒരുങ്ങിയിട്ട് എങ്ങനെയാന്ന് നോക്കാം. ചെറുകുട്ടി റോഡ്. ഞാൻ പക്ഷേ ഹെഡ് ഓഫീസ് അല്ലാതെ കൊച്ചി. അപ്പം ഇവിടെ ആരാ നോക്കണേ? ഇവിടെ അവർ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്, റീൽസ് എന്ന് പറയാം. അറിയാവുന്നതാണോ? ഞങ്ങള് 3 കൊല്ലമായിട്ട് കൊളീഗ്സ് ആണ്. ഞാൻ 3 കൊല്ലമായി ഇവിടെ. പക്ഷെ അന്നപ്പോ വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഈ റീസെന്റ് അവരെ വീട്ടിൽ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പം എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ എന്താ അവസ്ഥ ചോദിച്ചു. അത് നിനക്കെന്ത്? കാരണം അതുവരെ അങ്ങനത്തെ ഇന്റൻഷൻ ഇല്ലായിരുന്നു രണ്ടുപേർക്കും. പെട്ടെന്ന് അങ്ങനെ വന്നപ്പോ അതൊരു എടുക്കറിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ നോക്കിയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞപ്പോ വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്പീഡായി പോയി പെട്ടെന്നല്ലോ. ഇത്ര വേണ്ടായിരുന്നു, സ്പീഡ് വേണ്ടായിരുന്നു. ഇല്ലാന്ന് വിചാരിക്കുക. നോസ് പിന്ന് മാറ്റുന്നുണ്ടോ? ഇല്ല, അതന്നെ. ഇത് പക്ഷെ സിൽവർ കളർ അല്ലേ വരുന്നത്? അല്ല, ആ സ്റ്റോൺ ആണ് കാണുക. കുറച്ചും കൂടി തിരിഞ്ഞിട്ട് സ്റ്റോണേ കാണുള്ളൂ. അല്ല, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു സൈഡാണ്, ഞാൻ ഫ്രണ്ടിൽ നോക്കുന്നത്. അതിന്റെ പ്രശ്നമാണ്. അതാണ് പൂക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ വലിയ കാര്യമായി. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഈ റീസെന്റ് ഓർഡർ വെച്ച അതിന്റെ ഒരു ഡിപ്രഷൻ എനിക്ക്. ഇൻസ്റ്റയിൽ ഫസ്റ്റ് മെസ്സേജ് ചെയ്തായിരുന്നു, അങ്ങനെയാണോ? നമുക്കെന്ന് വെച്ചാൽ കുറേ ബ്രൈഡ് ഇൻസ്റ്റ ത്രൂവും കുറേ ബ്രൈഡ് നമ്മളെ ബ്രൈഡിന്റെ അങ്ങനെ ഇതിൽ വരുമല്ലോ. ഒരാള് ഞാൻ ഇൻസ്റ്റഗ്രാം റെഫർ ചെയ്തിട്ട് തന്നെ വന്നതാ. കാരണം ഈ എൻഗേജ്മെന്റ് പെട്ടെന്ന് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ലേ. അപ്പൊ ഞാനിങ്ങനെ റെഫറൻസോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടും ഇല്ലായിരുന്നു. 1-2 മാല മതി, അതിനെ വൃത്തി ഉണ്ടാവും. അതെ, ഇപ്പൊക്കെ കുറെ എല്ലാരും അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. പണ്ടൊന്നൊക്കെ നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഉണ്ടാവും. എന്റെ വീട്ടുകാരെ ഞാനിങ്ങനെ പറഞ്ഞെന്നും മനസ്സിലാക്കിച്ചോണ്ടിരിക്കും ഇതിങ്ങനെയാണ് നല്ലത്. ആ ഒരു എലഗൻ ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സിമ്പിൾ ലുക്കിൽ തന്നെ ഉണ്ടാവില്ല. കുറഞ്ഞ ഓർണമെന്റ്സും ഫുൾ സെറ്റ്. ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ബട്ട് ഞാൻ ചെയ്തു വന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ടോ ഫേസിന്? ഇല്ല, ചെറിയ വ്യത്യാസമല്ല. കുറച്ച് കാര്യങ്ങൾ ഡെഫിനിഷൻസ് ഒക്കെ വരുന്ന ടൈമിനുള്ള ചേഞ്ചസ്. അങ്ങനെ അതല്ലായിരുന്നു, മുഖം മാറരുത് എന്നതായിരുന്നില്ലേ? പാടെ മാറരുത് എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ വലുതായിട്ട് മുഖം മാറ്റിയിട്ടില്ല. താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. യെസ്, ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. ടു ബി ഫ്രാങ്ക്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര വെറീഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും മേക്കപ്പ് ചെയ്താൽ ഞാൻ ഉണ്ടാവുകയെന്ന്. കാരണം പൊതുവെ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.